ഹലോ, വെൽക്കം ബാക്ക് ടു എവരിത്തിങ് വിത്ത് ബേബി. അപ്പോൾ നമ്മുടെ കൂടെ ബേബി ഇല്ല ആക്ച്വലി കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സിംഗപ്പൂർ എയർപോർട്ട് ചാങ്ങി ടെർമിനൽ 4-ലാണ്. ഞാനും നിബിനും കൂടെ വിത്തൗട്ട് ഹായ് ഒരു ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഹായ് കൊണ്ടില്ലാതെ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ട്രിപ്പ്. എനിക്ക് തരുമോ? ഉടുമ്മ തരുമോ? അങ്ങനെയല്ല. ഇങ്ങനെ ടെർമിനൽ 4 സിംഗപ്പൂർ ചാങ്ങി എയർപോർട്ട് ടെർമിനൽ 4-ലെത്തി. അത് നമ്മൾ ആദ്യമായിട്ടല്ലേ ടെർമിനൽ 4 വരുന്നത്. പണ്ട് ഞങ്ങൾ സിംഗപ്പൂർ വന്ന് ലാൻഡ് ചെയ്തത് ആക്ച്വലി ഇവിടെയാണ്. അന്ന് ഇത് ബഡ്ജറ്റ് ടെർമിനലായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് സിംഗപ്പൂർ അവർ വേറൊരു ടെർമിനലിൽ സ്റ്റാർട്ട് ചെയ്തു, ലോ ബഡ്ജറ്റ് ഫ്ലൈറ്റ്സ് പോകുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. വലിയ സസ്പെൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ തായ്ലൻഡിലെ ക്രാബിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഹായ് ഇല്ലാതെ നമുക്ക് നമ്മുടേതായൊരു അഷ്ടയം, ഹായ്ക്ക് ഇപ്പോൾ 2 വയസ്സാകാൻ പോവുകയാണ്. അപ്പൊ ആ 2 വയസ്സാകുന്നതിന്റെ ഒരു സന്തോഷം ഞങ്ങൾ തന്നെ പോയി ആഘോഷിക്കാൻ ഓർത്തു. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മറന്നുപോയി. വേറൊന്നുമല്ല, നമ്മുടെ ട്രൈപ്പോഡിന്റെ കൂടെ കിട്ടുന്ന മറ്റേ നമ്മുടെ ചെറിയൊരു ടൈമർ പോലത്തെ സാധനമല്ലേ. നമ്മൾ യൂഷ്വലി കപ്പിൾ ഫോട്ടോസും ഒക്കെ എടുക്കാറ് അങ്ങനെ ടൈമർ വെച്ചിട്ടാണ്. സ്റ്റില് നമുക്ക് ഫോണിൽ എടുക്കാം, എന്നാലും കുറച്ചുകൂടെ കൺവീനിയന്റ് അതാണ്. എന്തോ എനിക്ക് ആ ലാസ്റ്റ് മിനിറ്റിലെ ഭയങ്കര വെപ്രാളായിപ്പോയി. കാരണം ആയിക്കുട്ടിനോട് ബായ് പറയണം, അവള് സെറ്റിൽ ആവണം, അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാ പാക്ക് ചെയ്യാത്തതെന്നൊന്നും എനിക്ക് ആ ഓർമ്മയിലൊന്നും ഉണ്ടായിരുന്നില്ല. എനിവേ ഹായ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. നമുക്ക് ബൈ ഒക്കെ തന്നു. അവൾ സേഫായിട്ട് നിബിൻ്റെ പപ്പയുടെയും മമ്മയുടെയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എയർപോർട്ടിൻ്റെ ടെർമിനലിനകത്ത് ഒരു ഗാഡ്ജറ്റ് കടയുണ്ട്, അവിടെ കയറി നോക്കാം കിട്ടുമോ എന്നുള്ള സാധനം. ഞാനാണോ ആണോ? ആ, ഞാൻ ചെയ്തോ. നമ്മളിവിടെ കണ്ടപ്പോ ഒരു മലയാളി സ്റ്റോറിൽ മലയാളത്തിൽ സംസാരിച്ച് നമ്മൾ സിംഗപ്പൂരിന്റെ സാധനം വാങ്ങിക്കാം. ഇതിന്റെ നാട്ടുകാരനാണ്. ഭയങ്കര എക്സൈറ്റഡ്. കിട്ടി. ചന്ദ്രനിൽ പോയാലും മലയാളികളുണ്ട് എന്നാണല്ലോ നമ്മൾ തമാശക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ കയറി കടയിലെ ഷോപ്പില് ആള് മലയാളി കൊച്ചായിരുന്നു. ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സാധനമൊക്കെ കിട്ടിട്ടോ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് ആളിങ്ങോട്ട് വന്ന് ചോദിച്ചു മലയാളിയാണോ എന്നൊക്കെ. ഇവിടെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞിതാണ്, സാധാരണ എയർപോർട്ടിൽ കാണാറുള്ള ചെറുതാണ്, ബഡ്ജറ്റ് ടെർമിനലാട്ടോ. അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ആഡംബരങ്ങളൊന്നുമില്ല നമ്മുടെ സിംഗപ്പൂരിന്റെ മറ്റുള്ള ടെർമിനലിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര ക്യൂട്ടാ. ഹായ് ഒക്കെ കൊണ്ടിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേനെ. ആൾക്കൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. എനിവേ നമുക്ക് നേരെ കയറുമല്ലേ നമ്മള്? നേരെ കയറിയേക്കാം. ഇതാണ് കേട്ടോ അവരുടെ ഓട്ടോമേറ്റഡ് ഗേറ്റ്. ഇപ്പൊ പാസ്പോർട്ട് പോലും വെക്കണ്ട എന്നാണ് പറയുന്നത്. ഒന്ന് പരീക്ഷിക്കാന്ന് ഓർത്തു. കഴിഞ്ഞ അവിടെ വന്നപ്പോ നടന്നില്ല. എനിക്ക് തോന്നുന്നു അത് ട്രയൽ ആയിട്ട് 1-2 കേസ് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. ഇവനിങ്ങനെ ട്രാഫിക് പോലീസിന്റെ പിടിയിലായിട്ടോ. മര്യാദക്ക് നോക്കി കണ്ടൊക്കെ നടക്കണം. അവിടെ വന്നിട്ട് മുമ്പിൽ വന്ന് നിൽക്കുക, പോലീസിന്റെ മുമ്പില്. റോബോട്ട് പോലീസ് വന്ന് പിടിക്കും. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ
ബാഗ് ചെക്കിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി. യൂഷ്വലി നമ്മുടെ സിംഗപ്പൂർ ഗേറ്റിന് അടുത്ത് തന്നെയാണ്, അതായത് നമ്മുടെ അതാത് ഗേറ്റ് അതാത് എയർലൈൻസിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ എന്താ പറയുക ബാഗൊക്കെ ചെക്ക് ചെയ്യുന്ന സ്ഥലം. പക്ഷേ ഇത് ബഡ്ജറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ചെക്കിനാണ് കേട്ടോ. അതാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കൂടെ പോകുന്നെങ്കിലും സ്റ്റിൽ നമ്മൾ പാസ്പോർട്ട് എല്ലാം സ്കാൻ ചെയ്തിട്ടാണ് പോകുന്നത്. നിതിൻ പറഞ്ഞ പോലെ ഇൻ ഫ്യൂച്ചർ മേ ബി ഒരു 4 monthsനുള്ളിൽ നമുക്ക് സിംഗപ്പൂർ ഡിപ്പാർച്ചർ ചെയ്യുന്നവർക്ക് പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് വെളിയിലേക്ക് പോകാനുള്ള സൗകര്യം. ബാക്കി ടെർമിനലൊക്കെ ഇതിലിപ്പോൾ ആകാതിരുന്നതായിരിക്കും. ബാക്കിയുള്ള ടെർമിനലിൽ നമ്മളത് കണ്ടിരുന്നു. 1-2-3 ടെസ്റ്റുകൾ അങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സിംഗപ്പൂർ വരുന്നവരൊക്കെ അത് ഉണ്ടെങ്കിൽ ട്രയൽ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുക. നമ്മളിങ്ങ് കയറി വരുമ്പോഴേ ഇവിടെ മുഴുവൻ ഇങ്ങനെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്സാണ്. നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീയും നല്ലൊരു യൂറോപ്യൻ ക്രിസ്മസ് ട്രീ അല്ലേ. എനിക്കെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലോ അത്ര നല്ല ഒരു ഒറിജിനാലിറ്റിയാണ് മഞ്ഞ് വേണ്ടിക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഇത്തവണ നമ്മളൊന്നും വാങ്ങിക്കണില്ല, എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ. തിരിച്ചു വരുമ്പോൾ നമുക്ക് വൈനോ അങ്ങനെ എന്തെങ്കിലും, ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വൈൻ എന്തായാലും നമുക്ക് മേടിക്കാം. പക്ഷെ ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം, കാരണം ഫ്ലൈറ്റ് 8 മണിക്കാണ്. പിന്നെ അവിടെ ചെന്നിട്ടല്ലേ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. ഫ്ലൈറ്റിൽ നമ്മൾ ഫുഡ് ഒന്നും ബുക്ക് ചെയ്തില്ല, കാരണം 1.5 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഒന്നും ഇല്ല, എന്തെങ്കിലും കഴിക്കാം. തലവേദനയാണ്, എന്തെങ്കിലും ചൂടായിട്ട് നമുക്ക് കുടിക്കണം. ലെറ്റ്സ് ഗോ ഫോർ ഫുഡിങ്. ഇതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അതൊരു ജസ്റ്റാറായിട്ടോ കിടക്കുന്നത്. ഇതാണ് കേട്ടോ ടെർമിനൽ 4ന്റെ റൺവേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഫുഡ് തപ്പി ഇറങ്ങിയപ്പം പെട്ടെന്ന് റൺവേ കണ്ടപ്പോൾ ഇതിന് പെട്ടെന്ന് എന്താണ് ഞാൻ 13 വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ വന്നപ്പോൾ ഇത് റൺവേ മാറ്റിയില്ല, പക്ഷേ ഈ ടെർമിനൽ മൊത്തം റെനോവേറ്റ് ചെയ്തു. ഈ സെയിം റൺവേയിലാണ് ഈ ഒരു പ്രദേശം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ 1-2 തവണ ഈ ടെർമിനലിൽ നിന്ന് പോയിട്ടുണ്ട്. ബജറ്റ് ടെർമിനലാണ് പറഞ്ഞത് 13 വർഷങ്ങൾക്ക് മുമ്പ്. ഏതായാലും അന്നിതൊരു ബജറ്റ് ടെർമിനൽ തന്നെയായിരുന്നു പേര്. ഏതായാലും മെമ്മറീസ്. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ അവർ ടെർമിനൽ 5 പണിയുന്നുണ്ട്. ആ ടെർമിനൽ 5 നമുക്ക് കാണാം കേട്ടോ. ഈ ആക്ച്വലി എന്താ ഫ്ലൈറ്റ് ഒക്കെ കിടക്കുന്നത് എത്ര ദൂരെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഫോണിലൊന്നും അത് നന്നായിട്ട് ക്യാപ്ചർ ആവില്ല എന്നുള്ളതേ ഉള്ളൂ. പുള്ളി എന്തോ കലിപ്പിൽ മണിയടിച്ച് കൊല്ലുന്നുണ്ടായിരുന്നല്ലോ ഫുഡ്. നമ്മൾ ടെക്സാസ് ആണ്ട് കയറി. നമുക്ക് കാര്യമായിട്ട് വിശക്കുന്നില്ല, എന്നാൽ ലൈറ്റായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു മീൽ വാങ്ങിച്ചു, എന്നിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. ഇത് എൻ്റെ ചായ കിട്ടി, ടെക്സാസ് ചിക്കൻ്റെ ചായയാണ്. ഇതവരുടെ പ്രമോഷൻ ചിക്കനാണെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ പേര് ആവൂ, ദൈവത്തിനറിയാം. അതിൻ്റെ കൂടെ ഒരു മാക്ക് ആൻഡ് ചീസും ഹാമും ഒക്കെ തന്നിട്ടുണ്ട്. കഴിച്ചു നോക്കി. കുഴപ്പമില്ല, നമ്മുടെ ഇൻസ്റ്റൻറ്റ് നൂഡിലൊക്കെ കഴിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്. ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു, കാരണം ഫ്ലൈറ്റിനകത്തൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ അന്വേഷിപ്പിംഗ് കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണണം നമുക്ക് ഫ്ലൈറ്റിലിരുന്ന്. ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ്. ഈ ഗേറ്റിൽ അത്യാവശ്യം തിരക്കുണ്ട്, ഫുള്ളാണെന്ന് തോന്നുന്നു. എല്ലാവരും ക്രാബിയിലേക്കാണ്, സിംഗപ്പൂരിൽ നിന്ന് എല്ലാവരും ക്രാബിയിലേക്കാണ് പോകുന്നത്. തുടങ്ങിയിട്ടില്ല ഡിപ്പാർട്ടിങ്, എനിക്ക് തോന്നുന്നു ഒരു 5-10 മിനിറ്റിനുള്ളിൽ തുടങ്ങുമായിരിക്കും അവർ. ഇനി അഗെയിൻ ലേറ്റ് ആണോന്നും അറിയില്ല. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ജെറ്റ് സ്റ്റാർ. ഇനി നമുക്ക് ഹായനെ വിളിക്കണം, അവിടെ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ദൈവത്തിനറിയാം. നമ്മൾ അവസാനം വരെ പാസ്പോർട്ട് യൂസ് ചെയ്യേണ്ടി വന്നു. സോ നിബിൻ്റെ ഭാഗത്ത് നമ്മൾ തോപ്പിച്ച് കൈ കൊടുത്തുണ്ടാവും. പാസ്പോർട്ടില്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിംഗപ്പൂർ എയർപോർട്ട് അവർ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പാസ്പോർട്ട്ലെസ് ആയിട്ട് ഡിപ്പാർച്ചർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാട്ടോ നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഈവൻ നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ എയർ ഹോസ്റ്റസ്മാർ നമ്മളിന്ന് പാസ്പോർട്ട് മേടിച്ച് ചെക്ക് ചെയ്യും. യെസ് ഓഫ് കോഴ്സ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെയൊക്കെ പോകാൻ പറ്റില്ല. എനിക്ക് ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിംഗപ്പൂരിനെക്കാട്ടിലും 1 hour ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടെ.
പെട്ടി കിട്ടി പെട്ടി കിട്ടി പെട്ടി കിട്ടിയേ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പെട്ടി കാണാണ്ട് പോകും കിട്ടാണ്ട് പോകും. സംഭവം വളരെ സിമ്പിളായിരുന്നു. വിസ ഓൺ അറൈവൽ ആയതുകൊണ്ട് നമ്മൾ നേരെ പാസ്പോർട്ട് കാണിച്ചു. അവർ ജസ്റ്റ് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ഒക്കെ എടുത്തു. പുറത്തിറങ്ങി. വളരെ കുഞ്ഞി എയർപോർട്ടാണ്, ഒട്ടും തിരക്കില്ലായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് മാത്രമേ ഈ സമയത്ത് വന്നുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. കാരണം ബെൽറ്റിൽ ലഗേജ് എടുക്കുന്ന നേരത്തും ആരും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഭാഷ കാണാൻ രസമാണ്. ഇനി നമുക്ക് അതായത് തായ്ലൻഡ് മേ ആപ്പോ സ്വാഗത് ഹേ അത് പറഞ്ഞപ്പോ ഒരു പുളകം വന്നു കേട്ടോ. നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്കൊരു നമ്മൾ ഇൻഫർമേഷൻ ചെന്ന് ചോദിച്ചപ്പം ഈ നമ്പർ 17 ഡോറിൻ്റെ അവിടെ വന്നിട്ട് ടാക്സി എടുക്കാൻ മതിയെന്നാണ് പറഞ്ഞത്. അത് എയർപോർട്ട് ടാക്സി അത് മറ്റേ സംഭവം തന്നെയാടാ. നമ്മളകത്ത് കണ്ടാൽ അത് സെയിം സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നുന്നത് എനിക്ക്. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ എയർപോർട്ടിൻ്റെ പുറത്തായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ടാക്സിക്കാർ ചുറ്റിനും ഉണ്ടാവും. അപ്പോൾ കാബിയിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് booking.com ഒക്കെ വഴി പ്രീ ബുക്ക് ചെയ്ത് പോകാം. അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ആപ്പുണ്ട്, ഒന്ന് ഗ്രാബും അതുപോലെ തന്നെ ബോൾട്ടും. അപ്പോൾ ബോൾട്ടാണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിത് നേരെ വെളിയിൽ വന്നു. അപ്പോൾ ഇതാണ് പിക്കപ്പ് പോയിന്റ് സ്റ്റേഷൻ. ഇവിടെ വണ്ടി വരും. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തു കേട്ടോ. അതാണ് നമുക്ക് ചീപ്പായിട്ട് കിട്ടിയത്. ഇനി വരുമല്ലോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഹെൽപ്പ് ചെയ്യണോടാ? നമ്മൾ നീണ്ട ഒരു ടാക്സി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ റിസോർട്ടിലെത്തി. അപ്പോൾ ടാക്സിയുടെ കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നോർമൽ ടാക്സിക്കാർ നമ്മുടെ ഈ ആപ്പ് വെച്ച്, അതായത് ഞങ്ങൾ ബുക്ക് ചെയ്ത് ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ടാണ്, അങ്ങനെയുള്ള ടാക്സിക്കാരെ കയറ്റില്ല. അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ എന്ത് ചെയ്തു, അവൻ പോയി കാർ പാർക്കിങ്ങിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കയറിപ്പോ. അതുകൊണ്ട് കുഴപ്പമില്ല. 30% ഓഫ് ഒരു ചാർജ് കുറവുണ്ടാവും നോർമലാണെങ്കിൽ. അതെ, പണ്ട് നമുക്ക് ഊബർ തുടങ്ങിയ സമയത്ത് ഓട്ടോക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നല്ലോ, നോർമൽ ടാക്സിക്കാരും ഓട്ടോക്കാരും. അതുപോലെ ഒരു ലോക്കൽ ഡിസ്പ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ് ഇവിടെ നല്ല രീതിയിൽ പോയിന്റ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെ, നിങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ പിക്കപ്പ് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് നമ്മൾ അവിടെ പോയി നിന്നു. പക്ഷെ നമ്മുടെ ഡ്രൈവറെ വിളിച്ചപ്പോൾ ഡ്രൈവർ കാര്യം പറഞ്ഞു, നമുക്ക് അകത്തോട്ട് കയറി വന്ന് ടാക്സിക്കാർ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിവേ നമ്മൾ ഫൈനൽ റിസോർട്ടിലെത്തി. റിസോർട്ടിന് പുറമെ ഒന്നും നമുക്കൊന്നും കണ്ടില്ല ഞങ്ങൾ, കാരണം രാത്രിയായി നല്ലോണം വീട്ടിൽ. ഇവിടെ 10 മണിയായി. ഇപ്പം നമ്മുടെ റൂം ഇതാണ്. റൂം ഞങ്ങൾ ശരിക്കും കണ്ടിട്ടില്ല, പറഞ്ഞത് കാണാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റിനകത്ത് നമുക്ക് ബാത്ടബുണ്ട്. എനിക്ക് മുങ്ങിച്ചാവാൻ ഇത് മതി കേട്ടോ. അതെനിക്ക് മുങ്ങിച്ചാവാൻ പറ്റുന്നൊരു ബാത്ടബാണ്. പിന്നെ സെപ്പറേറ്റ് ഷവർ റൂം ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടൽ നമ്മൾ എടുക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഹോട്ടൽ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ആ ഒരു ഫീല് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റിസോർട്ട് എടുത്തത്. പിന്നെ ഇവിടെ റിസോർട്ടിന് അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ലാന്ന് തോന്നുന്നു, ഹോട്ടലും റിസോർട്ടൊക്കെ തമ്മിൽ. പിന്നെ 2 ബെഡുണ്ട്. ഇനി ഇവരുമായിട്ട് ഞാൻ വഴക്ക് കൂടുവാണെങ്കിൽ എനിക്ക് അപ്പുറത്ത് പോയി കിടക്കാം, അല്ലെങ്കിൽ ഇവിടെ കിടക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ബെഡുണ്ട്. ഇരിക്കാൻ ഇതുണ്ട്, സോഫ ഉണ്ട്, ടി വി ഉണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാം. ബാൽക്കണി ഉണ്ടോ നമുക്ക്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ബാൽക്കണിയൊക്കെ വിശ്രമതയാണ്. ഇപ്പൊ തുറന്ന് എനിക്ക് തോന്നുന്നില്ല, വല്ല കൊതുകൊക്കെ കയറിയാവും അല്ലേ. പിന്നെ വ്യൂ നമുക്ക് അറിയാൻ പറ്റില്ല, എല്ലാം ഇരുട്ടാണ്. ഇരുട്ടാണ്, ഒന്നും കാണാനില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് സുഖിച്ച് കിടക്കാൻ വേണമെങ്കിൽ ഒരു സ്ഥലം. എനിക്ക് ഈ ഫോട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അത്യാവശ്യം തുണികളൊക്കെ ഉണക്കാനായിട്ടുള്ള റാക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ അതെ, അതിനാ. Okay, let's come inside.